എല്ലാ സുഹൃത്തുക്കളും എൻ്റെ നമസ്കാരം. ശിവഗിരി ചരിത്രം അധ്യായം 5. ഇനി വരുന്ന ചില അധ്യായങ്ങളിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് ശിവഗിരി ശാരദാമഠ ശിലാസ്ഥാപനത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മപദ്ധതികളും ശാരദാമഠത്തിൽ നടക്കുവാൻ പോകുന്ന ശാരദാ പ്രതിഷ്ഠയും SNDP യോഗത്തിൻ്റെ 9ാമത്തെ വാർഷിക സമ്മേളനവും മറ്റുമാണ്. നമുക്കാദ്യം ശാരദാമഠ നിർമ്മാണ സ്ഥലത്തേക്ക് പോകാം. അവിടെ ഇപ്പോൾ ശാരദാമഠ നിർമ്മിതിക്ക് വേണ്ടിയുള്ള സാധനങ്ങളും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. പലതും പല ഭക്തന്മാരുടെ സംഭാവനയാണ് താനും. തടിയും കല്ലും ഓടും, ജനാലുകളിലെ ജർമ്മൻ നിർമ്മിത വർണ്ണ കണ്ണാടികളും ശാരദാമഠത്തിൻ്റെ ചുറ്റുമതിലുകളുമെല്ലാം ഓരോ ഭക്തന്മാരുടെ സംഭാവനയാണ്. ശാരദാമഠ നിർമ്മിതി ആരംഭിച്ചു കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളക്കരയുടെ നാനാഭാഗത്തു നിന്നുമുള്ള ഗുരുദേവ ഭക്തന്മാരുടെ ആവേശം നിറഞ്ഞ സഹായവും സഹകരണവും പ്രാതിനിധ്യവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പലർക്കും ശാരദാമഠ നിർമ്മിതിയിൽ ആളും അർത്ഥവും നൽകി പങ്കാളികളാകുവാനുള്ള അതിയായ ആഗ്രഹം. എങ്ങും എന്തൊരാവേശം! വർക്കലയിലേക്ക് ജനങ്ങളുടെ ആവേശോജ്വലമായ ഒഴുക്കാണിപ്പോൾ. ആശാരിമാർ, കല്ലുപണിക്കാർ, കൊല്ലന്മാർ, എഞ്ചിനീയർമാർ, മേസ്ത്രിമാർ, കോൺട്രാക്ടർമാർ, സാധാരണ ജോലിക്കാർ എല്ലാവരും ചേർന്ന് ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങൾ. മഠത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ശിവഗിരി മരങ്ങളാൽ ഇടതൂർന്നു നിൽക്കുന്ന കുത്തനെയുള്ളൊരു മലയാണല്ലോ. അതൊരു ചെറിയ വനപ്രദേശം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ വെട്ടിമാറ്റി ക്രമമാക്കണ്ടേ. അതിന് ശിവഗിരിയിലും സമീപ പ്രദേശത്തുമുള്ള ഏതാണ്ട് 200ഓളം ചെറുപ്പക്കാർ മഴുവും മൺവെട്ടിയും തൂമ്പയും കൂന്താലിയും വെട്ടുകത്തിയും മറ്റുമായി നാടൻ പാട്ടുകളും പാടി ആൾക്കൂട്ടത്തിനിടയിലൂടെ ശിവഗിരിക്കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. ശിവഗിരിക്കുന്നിൻ്റെ മുകൾ ഭാഗം ഇടിച്ചു നിരത്തി മഹാസമ്മേളനത്തുള്ള പന്തലുകളും റോഡുകളും മറ്റും നിർമ്മിക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അവർക്കറിയാം ഈ ശ്രമം കഠിനവും വളരെയധികം ദിവസങ്ങൾ വേണ്ടിവരുന്നതുമായ ഒരു പ്രവൃത്തിയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ശ്രീനാരായണ ഭക്തന്മാർ അവർക്ക് വേണ്ടുന്ന ആഹാരാദി സാധനങ്ങൾക്ക് ഉപകരിക്കുമാറ് അവരിൽ നിന്ന് തന്നെ 400 രൂപയോളം പിരിച്ചെടുത്ത് അവരുടെ ദിവസേനയുള്ള ചിലവുകൾക്കുള്ള ധനം അവർ കണ്ടെത്തുകയുണ്ടായി. അങ്ങോട്ടിപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം ചടുലമായ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആളുമാരവവും. മരങ്ങൾ മുറിച്ച് തടിയും ചില്ലകളുമായി മലയിറങ്ങി വരുന്ന ഒരു കൂട്ടം ആൾക്കാർ. താഴെ നിന്നും ശാരദാമഠ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തടിയും കല്ലും ഓടും മറ്റുമായി മല കയറുന്ന മറ്റൊരു കൂട്ടർ. ശാരദാമഠം പണിതും പണിയിപ്പിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും വേറൊരു കൂട്ടർ. എങ്ങും എന്തൊരാവേശം, എന്തൊരുത്സാഹം, എന്തൊരു തിരക്ക്! അതുപോലെ ഈ തിരക്കുകളിൽ നിന്ന് ലേശം മാറി ശാരദാമഠ പ്രതിഷ്ഠാ സംബന്ധമായും SNDP യോഗത്തിൻ്റെ 9ാം വാർഷികം സംബന്ധമായുമുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് സമൂഹത്തിലെ പ്രമുഖരും സമുദായ നേതാക്കന്മാരും ആകെ ഒരു ഉത്സവ പ്രതീതി. ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ അഹോരാത്രം യത്നിക്കുന്ന അനേകം ഗുരുദേവ ഭക്തന്മാർ. ഈ സമയത്ത് അങ്ങ് തിരുവനന്തപുരത്ത് പേട്ടയിൽ തോപ്പിൽ ഭവനത്തിൽ ശാരദാ വിഗ്രഹ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഗുരു കൽപ്പിച്ച പ്രകാരം ശാരദാ ദേവിയുടെ വിഗ്രഹമുണ്ടാക്കിയാണ് ശില്പിയുടെ ലക്ഷ്യം. മലയാളക്കര മുഴുവൻ ഭക്തി ആദരപൂർവ്വം പങ്കെടുക്കുവാൻ പോകുന്ന ഒരു ഉത്സവമാണ് നടക്കുവാൻ പോകുന്നത്. എങ്ങും അത്യപൂർവമായ ആകാംക്ഷ. എല്ലാം ക്രമമായും ഭംഗിയായും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശാരദാദേവിയുടെ വിഗ്രഹ നിർമ്മിതി ഏതാണ്ട് പൂർത്തിയായി. ശില്പി ഇപ്പോൾ ചില അവസാനഘട്ട മിനുക്കുപണികളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ ശാരദാദേവിയുടെ വിഗ്രഹം പൂർത്തിയായി.
വൈകാതെ ഗുരുദേവനും ശിഷ്യന്മാരും മറ്റു നേതാക്കന്മാരും പേട്ട തോപ്പിൽ ഭവനത്തിലെത്തുകയും ശാരദാ വിഗ്രഹം കാണുകയും ചെയ്തു. പക്ഷേ ആ വിഗ്രഹം കണ്ടയുടൻ തന്നെ ഗുരുദേവൻ്റെ മുഖത്ത് അസാധാരണമായൊരു ഭാവവ്യത്യാസം. ചില നിമിഷങ്ങൾക്ക് ശേഷം ഗുരു അരുളി ചെയ്തു, ഇതേയല്ല നമ്മളുടെ ശാരദ. എങ്ങും ശോകമുഖമായ പ്രതീതി, നിമിഷങ്ങൾക്ക് ദൈർഘ്യം വന്നതുപോലെ, ഘനീഭവിച്ച നിശബ്ദത. വിറയാർന്ന കരങ്ങളാൽ ഗുരുവിനെ നമിച്ചുകൊണ്ട് നിൽക്കുന്ന ശില്പിയുടെ നയനങ്ങളിൽ നിന്നും അശ്രുകണങ്ങൾ ഗുരുദേവൻ്റെ പാദങ്ങളിലേക്ക് പതിച്ചു. ഗുരുവിൻ്റെ കാരുണ്യ കടാക്ഷം ശില്പിയിലേക്ക് മാറുന്നു. സ്നേഹാർദ്രനായി ഗുരു അരുളി ചെയ്തു, വിഷമിക്കേണ്ട, നമുക്ക് മറ്റൊരു വിഗ്രഹം ഉണ്ടാക്കാം. ഞാൻ കൂടെ തന്നെയുണ്ട്, സമാധാനമായിരിക്കൂ. ഗുരുവചനം കേട്ട ശില്പിക്ക് ഒരു പുത്തൻ ഉണർവ്, പുതിയൊരാവേശം വന്നതുപോലെ. ശില്പിയുടെ മുഖത്തിപ്പോൾ ഒരു പുതിയ തേജസ് നമുക്ക് കാണാം. അധികം താമസിയാതെ ശില്പി തോപ്പിൽ ഭവനത്തിൽ തൊട്ടടുത്തുള്ള ജാതിക്ക ബംഗ്ലാവിലേക്ക് താമസം മാറ്റി. ആ ബംഗ്ലാവിന് ജാതിക്ക ബംഗ്ലാവ് എന്ന് നാമകരണം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനാണ്. ശില്പി പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളും പൂജയും മറ്റുമായി ഒരവധൂതനെ പോലുള്ള ദിനചര്യയിലേക്ക് മാറി. അദ്ദേഹം ആഹാരം പോലും സ്വയം പാകം ചെയ്ത് കഴിക്കുവാൻ തുടങ്ങി. തുടർച്ചയായുള്ള ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഒരു ധന്യമായ മുഹൂർത്തത്തിൽ അദ്ദേഹം ശാരദാദേവിയുടെ ദിവ്യരൂപം മനതാരിൽ കാണുവാൻ തുടങ്ങി. പിന്നെ വൈകിയില്ല. അദ്ദേഹം ശാരദാദേവിയുടെ വിഗ്രഹ നിർമ്മാണം പുനരാരംഭിച്ചു. പതിയെ പതിയെ ശാരദാദേവിയുടെ തേജോമയമായ ദിവ്യസ്വരൂപം ആ ശില്പിയുടെ മനതാരിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരുന്നു. പലപ്പോഴും ഗുരുവിൻ്റെ ആത്മീയ ചൈതന്യം, ആത്മീയ സാന്നിധ്യം ദൈവീകമെന്നതുപോലെ ശില്പിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വിഗ്രഹ നിർമ്മാണ വേളയിൽ പലപ്പോഴും ഗുരുദേവൻ്റെ അനുഗ്രഹീതമായ കരസ്പർശത്താൽ തൻ്റെ മനസ്സും കരങ്ങളും ചലിക്കുകയാണോ എന്ന് പോലും ശില്പിക്ക് തോന്നുവാൻ തുടങ്ങി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ശാരദാംബയുടെ ദിവ്യരൂപം ശില്പിയുടെ കൈകളിലൂടെ രൂപാന്തരപ്പെട്ടു വരുവാൻ തുടങ്ങി. ചതുർബാഹുരൂപിയായ ശാരദാംബയുടെ ദിവ്യസ്വരൂപം ശില്പചാരുതയിൽ ദൃശ്യമായി വന്നുകൊണ്ടിരുന്നു. ശാരദാംബയുടെ ഓരോ കൈകളിലായി പുസ്തകവും കലശവും കിളിയും ചിന്മുദ്രയും എല്ലാം ഒത്തിണങ്ങിയ ശ്രീശാരദ, ധർമ്മ കാമ മോക്ഷദായിനിയായ ജഗത് ജനനി, ജഗദ്ധാരിണി ശാരദാദേവി, ഗുരുവിൻ്റെ ശാരദ. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗഖം, താനായതും ധര നദീ നാരിയും നരനുമാ നാഗവും നരകവും എന്നുള്ള ജനനി നവരത്നമഞ്ജരിയിലെ ഓരോ ശ്ലോകങ്ങളും അന്വർത്ഥമാക്കിക്കൊണ്ട് ആ ദിവ്യ തേജസ് സ്പഷ്ടമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്നു. ഗുരുവിൻ്റെ ശാരദ അങ്ങനെ പൂർണ്ണരൂപധാരിണിയായി. എന്ന് ഗുരുവാണിയിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിണി ശാരദ, ശിവഗിരീശ്വരി, വിശ്വേശ്വരി, ആ ദിവ്യസ്വരൂപം ഗുരുദേവന് ബോധ്യപ്പെട്ടു. അതാണ് മഹാസരസ്വതി, മഹാഭദ്ര, മഹാമായ. ശ്രീശാരദ പുഷ്പാഞ്ജലിയിൽ പറഞ്ഞിരിക്കുന്ന ശ്രീശാരദ. ഈ സമയത്ത് ശിവഗിരിയിൽ പ്രതിഷ്ഠാ സംബന്ധമായ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടേക്ക് പോകാം. ശാരദാ മഠ നിർമ്മിതി എത്ര വരെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിർമ്മിതി തുടർന്ന് നടക്കട്ടെ, നമുക്കും അതിനൊപ്പം കൂടാം. ഈ അധ്യായത്തിൽ നമുക്ക് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അധികം താമസിയാതെ തുടർന്ന് വരുന്ന സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്ത അധ്യായം അവതരിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും
ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.